മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 27-ാം തീയതി സഭ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി ഇന്ന് നൽകിയിരിക്കുന്ന വായനകൾ. ഒന്നാം വായന ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിതം ഒരു സാഹസമാണെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പ്രവാചകൻ 2 രീതിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഭയമെന്ന് പറയുന്നത് പ്രവാചകൻ്റെ വീഴ്ച കാണുവാൻ വേണ്ടി ശത്രുക്കളല്ല, കൂട്ടുകാർ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ കാത്തിരിക്കുന്നുവെന്ന സുവിശേഷം പറയുന്നു. അവൻ്റെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവൻ്റെ സുഹൃത്തുക്കൾ, അതാണ് പ്രവാചകൻ്റെ ഒന്നാമത്തെ ഭയം. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് പ്രവാചകൻ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇനിമേൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ ഭയം. ഈ 2 ഭയപ്പാടിലാണ് ജെറമ്യ പ്രവാചകൻ ഇന്ന് വായനയിൽ നമ്മൾ കാണുന്നത്. ഈ ഭയപ്പാടിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു വെച്ചുപോയി, ദൈവമേ, നിൻ്റെ വചനം ഞാൻ ഇനി പ്രസംഗിക്കില്ല. നിൻ്റെ വചനം പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ സുഹൃത്തുക്കൾ പോലും എനിക്ക് ശത്രുവായിട്ട് മാറിയത്. നിൻ്റെ വചനം പ്രസംഗിച്ചതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും എനിക്ക് ശത്രുവാവുകയും അവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസ പാത്രമായി തീർന്നുവെന്ന വചനം പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് പ്രവാചകൻ ഭയപ്പെടുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഇങ്ങനെ പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന. ഈ ഒരു ഭയത്തിൽ പ്രവാചകൻ നിൽക്കുമ്പോൾ പ്രവാചകന് ലഭിക്കുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് ദൈവം ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കുമെന്ന 2 ഭയപ്പാടിൽ നിൽക്കുമ്പോൾ സ്വർഗം പ്രവാചകന് കൊടുക്കുന്ന ഉറപ്പാണിത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ വചനം നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം, ഒത്തിരിയേറെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഒത്തിരിയേറെ ആകുലതകൾ വരുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പോലും നമ്മുടെ വീഴ്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരു വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കുമെന്ന. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ തല താഴാൻ ദൈവം അനുവദിക്കില്ല. അവനെതിരെ എത്രയേറെ ആയുധങ്ങൾ വന്നാലും, എത്രയേറെ വ്യക്തികൾ ഒരു വഴിയിലൂടെ വന്നാലും ദൈവ പൈതലിനെ ആക്രമിക്കാൻ വരുന്നവർ 7 വഴിയിലൂടെ ചിതറിക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത് ദൈവദൂഷണമായിട്ടാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യത്തിൽ നിയമജ്ഞരും ഫരീസയരും ഈശോ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയാണ്. ഈശോ വീണ്ടും അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ പ്രവർത്തികൾ വിശ്വസിക്കേ, ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കേ. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഈശോയുടെ ജീവൻ അപകടത്തിലാവുകയാണ്. സ്വർഗത്തിൻ്റെ മനസ്സെന്താണെന്ന് ഭൂമിയോട് ഈശോ പറഞ്ഞപ്പോൾ അവർ അത് ദൈവദൂഷണമായി കാണുന്നു. ഈശോയുടെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. എങ്കിലും ഈശോ തൻ്റെ പ്രവൃത്തിയിൽ നിരന്തരമായിട്ട് വ്യാപൃതനായിരിക്കുകയാണ്. കാരണം വചനം അഗ്നിയാണ്. ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്. ആ അഗ്നി ഒരുവനിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അവന് ജനത്തിൻ്റെ മുമ്പിൽ വായടച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. എത്രയേറെ ആരോപണങ്ങൾ അവനെ വധിക്കാൻ ശ്രമിച്ചിട്ടും ഈശോ സ്വർഗത്തിൻ്റെ ശബ്ദം
സ്വർഗത്തിൻ്റെ മനസ്സ് ഭൂമിയോട് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-10 അധ്യായം 35 വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വാക്ക് മനുഷ്യൻ നിരന്തരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം ദൈവം ഒരിക്കലും മാറ്റാനായിട്ട് പോകുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കുമെന്ന്. സംഖ്യാപുസ്തകം 23 അധ്യായം 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യാജം പറയാൻ ദൈവം മനുഷ്യൻ അല്ലല്ലോ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്കൊക്കെ കാലതാമസം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ദൈവവചന പാരായണങ്ങളൊക്കെ നിർത്തിയിട്ടില്ലേ? ഈശോയെപ്പോലും നമ്മൾ സംശയദൃഷ്ടിയോടുകൂടെ നോക്കിയിട്ടില്ലേ? ഈ ഫരീസയരെ നെയ്മഞ്ഞര് നോക്കുന്നത് പോലെ പ്രാർത്ഥനകളിൽ കാലതാമസം വരുമ്പോൾ. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സമയമെന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാത്രമാണെന്ന് സുവിശേഷം നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടല്ല സമയമെന്ന് പറയുന്നത്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3 മുതൽ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണെന്ന് അപ്പസ്തോലൻ എഴുതി വച്ചിട്ടുണ്ട്. യേശു ചെയ്യുന്ന പ്രവർത്തികൾ പിതാവിൻ്റെ പ്രവർത്തികളാണ്. അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തികളാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്ന്. ഈശോ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ശത്രുക്കൾ ഏത് വഴിക്കൊക്കെ വന്നാലും, നമ്മുടെ വീഴ്ച കാണാൻ നമ്മുടെ മിത്രങ്ങൾ പോലും കാത്തിരിക്കുമ്പോൾ വചനം പറയുന്നു, നിന്റെ ദൈവം ഒരു വീരയോദ്ധാവിനെ പോലെ നിന്റെ കൂടെയുണ്ട്. നിന്റെ ശത്രുക്കൾക്ക് കാലിടറും, അവർ നിന്റെ മേൽ വിജയം വരിക്കുകയില്ല എന്ന്. സുഹൃത്തെ, ഇന്നേ ദിനത്തിൽ ഈ ഒരു വചനം നീ കേൾക്കുന്നുവെങ്കിൽ സ്വർഗം ഇന്നിത് നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും നൽകപ്പെട്ടിരിക്കുന്ന വചനമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം ജീവിതത്തിൽ എഴുതി വെച്ച് വായിക്കൂ. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു സംരക്ഷണ കോട്ടയായിട്ട് മാറുമെന്ന വിശ്വാസത്തിൽ ഇന്നേ ദിനത്തിൽ ദൈവാനുഗ്രഹം നിനക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.